242 പേര് 241 പേര് മരിച്ചു എന്നാണ് സ്ഥിരീകരണം. അപ്പോഴും നമ്മുടെ മനുഷ്യ പ്രകൃതം അങ്ങനെ ചുറ്റും മഹാദുരന്തം ഉണ്ടാകുമ്പോഴും എവിടെയെങ്കിലും ഒരു നേരിയ ആശ്വാസത്തിന്റെ വെളിച്ചമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ആശ്വാസത്തിന് നേരിയതിൽ നേരിയ വെളിച്ചമുണ്ട്. ഒരു യാത്രക്കാരൻ 11 എന്ന് പറയുന്ന സീറ്റിലിരിക്കുന്ന യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ വന്ന വാർത്ത. അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ പറയുന്ന വ്യോമയാന ദുരന്തങ്ങളിൽ വലിയ പൊള്ളൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം സർവൈവ് ചെയ്യും എന്ന ആശങ്കയുള്ളവർക്ക് മുന്നിലൂടെ അദ്ദേഹം നടന്നുപോയി ആംബുലൻസിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. സാങ്കേതികമായി അത് രണ്ടാമത്തെ ദുരന്തമാണെങ്കിൽ കൂടിയും രാജ്യം കണ്ട ഒരുപക്ഷെ ഏറ്റവും അധികം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഒരു ദുരന്തം എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു വ്യോമാന ദുരന്തമാണ്. അതിന്റെ കാരണങ്ങളെ പറ്റിയുള്ള അന്വേഷണങ്ങളൊക്കെ ഇതിനോടകം തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അതിന്റെ കാരണങ്ങൾ ഇപ്പോഴും വേഗമായി അവ്യക്തമായി അവിടെ ഇവിടുന്ന് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്താണ് അതിന്റെ യഥാർത്ഥ കാരണം എന്നത് ഇപ്പോൾ അറിവില്ല. അതിപ്പോൾ അറിയാനുള്ള സമയവുമായിട്ടില്ല. ഇപ്പോൾ രക്ഷാദൌത്യത്തിന്റെയും അതിന്റെ വലിയ വിലാപങ്ങളുടെ സമയം തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമുക്ക് പ്രതിരോധ വിദഗ്ധൻ ശ്രീ മോഹൻ വർഗീസ്, മുൻ വായുസേന ഉദ്യോഗസ്ഥൻ ക്യാപ്റ്റൻ പ്രസന്നകുമാർ, എക്സ് ATC GM ശ്രീ RS ഡിക്രൂസ്, മാക്സി സോവി, അദ്ദേഹം ATC ട്രെയിനിങ് ചാർജിന്റെ റിട്ടയർഡ് ജോയിന്റ് ജനറൽ മാനേജർ, അദ്ദേഹം എയർപോർട്ട് സേഫ്റ്റി മാനേജറുമായിരുന്നു. അങ്ങനെ എന്താണ് അതിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊരു നേരിയ അന്വേഷണം, നേരിയ പരിശോധന നമ്മൾ നടത്തുകയുമാണ്. ഞാൻ ഇവരിലേക്ക് പോകും. വിജയകുമാർ, അച്യുതൻ എന്നിവർ തുടരുന്നുണ്ട്. വിജയകുമാർ, സ്വാഭാവികം ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അധികം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട ഒരു ദുരന്തം എന്ന് ഉറപ്പായും പറയാൻ കഴിയും. അതിനിടയിലും നേരിയ ഒരു ആശ്വാസമായി 11 ആ യാത്രക്കാരൻ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. സ്വാഭാവികമായും ഇന്ത്യൻ ആകാശത്ത് വെച്ചുണ്ടായ ഇത്തരം വലിയ അപകടം എന്താണ് അതിന്റെ കാരണം? ടെക്നിക്കൽ സ്റ്റാഗ് ആണോ, അതോ ബേർഡ് ഹിറ്റ് ആണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, അസ്വാഭാവികം എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങൾ, പരിശോധനകളൊക്കെ തുടങ്ങാനുള്ള സമയം ആയോ വിജയകുമാർ? ഹാഷ്മി, ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗികമായി ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായി വരുന്ന മുഴുവൻ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് എഞ്ചിൻ തകരാറാണ്, വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണ്, എഞ്ചിൻ തകരാറാണ് എന്ന് തന്നെയാണ്. അത് എന്ത് തരത്തിലുള്ള തകരാറാണ്, എങ്ങനെയാണ് അതിന് തകരാറ് വന്നത്? ഇത്രയും ദൈർഘ്യത്തിൽ പറക്കേണ്ട ഒരു വിമാനത്തിൽ അത്തരം പരിശോധനകൾ നടന്നിരുന്നില്ലേ? അത് ഏതെങ്കിലും തരത്തിൽ അതിൽ എന്തെങ്കിലും പോരായ്മ, വീഴ്ച വന്നിട്ടുണ്ടോ എന്നതൊക്കെ ഇനി പരിശോധനയിൽ കണ്ടെത്തി പറയേണ്ട കാര്യമാണ്. അതിനെ ആ സാങ്കേതിക വിദഗ്ധരുടെ പരിശോധനയെ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ പരിശോധനയെ നമുക്ക് ആ വഴിക്ക് വിടാം. ഔദ്യോഗികമായി മാത്രം അല്ലെങ്കിൽ സാങ്കേതിക തികവുള്ളവർ കണ്ടെത്തി വിശദീകരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഒരു കോൾ എടുക്കാൻ കഴിയുന്ന ഒരു സംഗതി അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പരിശോധന നടക്കുന്നുണ്ട്, തുടങ്ങി എന്ന് മാത്രം പറയാം. പക്ഷേ ഈ പറയുന്ന അപകടത്തിൽ ആരും ജീവനോടെ ഇല്ല എന്ന് അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ റോയിട്ടേഴ്സിനോട് പറഞ്ഞ് ഏതാനും മിനിറ്റുകൾക്ക് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞു, അതല്ല, ഒരാൾ ജീവനോടെയുണ്ട്. ആശുപത്രിയിൽ 11A എന്ന് പറയുന്ന 11A എന്ന സീറ്റ് നമ്പറിൽ ഉണ്ടായിരുന്ന ആ യാത്രക്കാരൻ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നു. ആ യാത്രക്കാരൻ, പിന്നീട് നമ്മൾ കാണുന്ന ആ യാത്രക്കാരൻ ഈ വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റിലൂടെ പുറത്ത് നടന്ന് എനിക്കൊരു ആംബുലൻസിൻ്റെ സഹായം വേണം എന്ന് അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളുകളോട് പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് ഈ വിമാനം പറന്നുയർന്ന് 30 സെക്കൻഡിനുള്ളിൽ തന്നെ അതിൽ തീപിടുത്തമുണ്ടായി, അല്ലെങ്കിൽ അതിന് അപകടം സംഭവിച്ചു എന്നാണ്. അതായത് ടേക്ക് ഓഫ് ചെയ്ത് അര മിനിറ്റിനുള്ളിൽ ആ വിമാനത്തിന് സാങ്കേതിക തകരാറിനെ തുടർന്ന് അത് ഒരു അപകടത്തെ നേരിട്ടു, അല്ലെങ്കിൽ അപകടത്തിൽ പതിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ചുറ്റും ശവശരീരങ്ങളായിരുന്നു, മൃതദേഹങ്ങളായിരുന്നു. ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു, ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 38 വയസ്സാണ് എന്നാണ് നമ്മൾ ഈ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 38 വയസ്സുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു ഇന്ത്യൻ പേരാണെങ്കിലും അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.